പട്ടിണി ബാധിച്ച് യുവതി മരിച്ച കോഴിക്കോട് പാത്തിപ്പാറ കോളനിയിൽ ഗുരുതരമായ ചർമ്മരോഗവും പടരുന്നു. കൃത്യമായ ചികിത്സ ലഭിക്കാത്തതും വൃത്തിഹീനമായ സാഹചര്യത്തിൽ കഴിയുന്നതുമാണ് ഈ ആദിവാസി കോളനിയിലെ ജീവിതം നരകതുല്യമാക്കുന്നത്. ആദിവാസി ക്ഷേമത്തിനായി കോടികൾ പൊടിക്കുമ്പോഴും ചികിത്സയ്ക്കോ ബോധവൽക്കരണത്തിനോ ആയി ആരും കോളനിയിൽ എത്തുന്നില്ല. കോടഞ്ചേരി പാത്തിപ്പാറ ആദിവാസി കോളനിയിലെ ഈ കാഴ്ചയൊന്ന് കാണുക. കുഞ്ഞുങ്ങൾ മുതൽ 90 വയസ്സ് പിന്നിട്ടവർ വരെ ത്വക്ക് രോഗത്തിന്റെ പിടിയിലാണ്. ദേഹം മുഴുവൻ വ്രണങ്ങളും അസഹ്യമായ ചൊറിച്ചിലും മൂലം പൊറുതിമുട്ടുകയാണിവർ. അത് ചൊറിയല്ലേ, അത് അവിടുന്ന് കൊണ്ടുവന്ന ചൊറിയ, അത് ഒറ്റ ചൊറിയൊന്നല്ല, ചെമ്പാടിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇത് ചൊറിയല്ല ഇവിടെ പറഞ്ഞത്. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഇവരുടെ ജീവിതം. എന്നാൽ ആദിവാസികളുടെ ആരോഗ്യനില പരിശോധിക്കാൻ ഇവിടെ ആരെങ്കിലും എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നാട്ടുകാർ പറയുന്നത് ഇങ്ങനെ: യഥാർത്ഥത്തിൽ പട്ടിക ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം ഇവിടെ പോരാ എന്നുള്ളിടത്ത് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. പ്രത്യേകിച്ച് പ്രൊമോട്ടർമാരാണ് അവിടെ വേണ്ടത്. ഇവരെ കാര്യങ്ങളെല്ലാം നോക്കി നടത്താൻ അതിൻ്റെ മുകളിൽ ഉദ്യോഗസ്ഥന്മാർ, എക്സ്റ്റൻഷൻ ഓഫീസർ അവരവരും ശ്രദ്ധിക്കുന്നില്ല. മാസത്തിലൊരിക്കലാണ് കോളനിയിൽ നഴ്സുമാരെത്തുന്നത്. ആദിവാസി ക്ഷേമത്തിനായി സർക്കാർ കോടികൾ ചിലവഴിക്കുമ്പോഴാണ് രോഗവും പട്ടിണിയും കാരണം കോളനിയിൽ മനുഷ്യർ മരിച്ചു വീഴുന്നത്. ശുചിത്വമില്ലായ്മ ഇവിടെയുള്ളവരെ നിത്യരോഗികളാക്കി മാറ്റുകയാണ്. വേണ്ടത്ര പരിചരണം ലഭിച്ചിരുന്നെങ്കിൽ ഈ കുഞ്ഞുങ്ങളെങ്കിലും രോഗങ്ങളിൽ നിന്നും മുക്തരാകുമായിരുന്നു. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ അരുൺ മാത്യുവിനൊപ്പം രമ്യശ്രീ രാധാകൃഷ്ണൻ, റിപ്പോർട്ടർ.